നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നതാണ് വൈറ്റ് ക്ലോത്തുകൾ കേട്ടോ. പ്രത്യേകിച്ച് തോർത്ത്, ഇന്നേഴ്സ്, ഇപ്പോൾ ബെഡ്ഷീറ്റിലായാലും പില്ലോ ഒക്കെ ആണെങ്കിലും വൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് കാലം ഈ വൈറ്റ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഈ മുഷിഞ്ഞ പോലെയൊക്കെ ഇരിക്കും. പൊതുവെ വൈറ്റ് യൂസ് ചെയ്യുമ്പോഴാണ് നല്ല ഭംഗിയില്ലേ. നമുക്ക് എപ്പോഴും വൈറ്റിനോടാണ് ഒരു പ്രത്യേക അട്രാക്ഷൻ തോന്നാറ്. അപ്പം നമ്മളത് മേടിച്ച് യൂസ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ പറ്റുന്നതാണ് അതിൻ്റെ ഒരു കളറിന് ഒരു മുഷിച്ചിൽ വരും. കാര്യം നമ്മൾ ഡിറ്റർജൻ്റ് ഒക്കെ ഇട്ട് നന്നായിട്ട് ഉരച്ച് തേച്ചൊക്കെ കഴുകുന്നുണ്ടെന്ന് പറയും. പക്ഷെ എത്രയൊക്കെ ഡിറ്റർജൻറ്റ് ഉപയോഗിച്ചാലും അത് പഴയ പോലെ പ്യുവർ വൈറ്റ് ആയിട്ടൊന്നും കിട്ടാറില്ല കേട്ടോ. എനിക്ക് പൊതുവേ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പം ഞാൻ മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ഒരു 2 മാസം കൂടുമ്പോൾ ചെയ്യുന്ന ഒരു ചെറിയ ട്രിക്കാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പ് എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഇതിനായിട്ട് ഒരു ചെരുവത്തിൽ വെള്ളം നിറയ്ക്കുകയാണ് കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് ഒരു 4-5 ലിറ്ററോളം വരുന്ന ഒരു ചെരുവാണ് കേട്ടോ. അപ്പോൾ അത് നിറച്ചെടുക്കുന്നില്ല. നമ്മുടെ കയ്യിൽ എത്ര തുണിയുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് നിറയാനായിട്ടൊന്നും നിന്നില്ല. അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല ഞാൻ എന്തോരം വെള്ളം എടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതുപോലെ ക്ലീൻ ആക്കി എടുക്കാൻ നിങ്ങൾ ബെഡ്ഷീറ്റോ പില്ലോ ഒക്കെ ആകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം എടുക്കണം കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 തോർത്ത് 2 ഇന്നറാണ് കേട്ടോ. അതാണ് ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് ക്ലീൻ ആക്കി എടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കുകയാണ്. ആക്ച്വലി 100 ഡിഗ്രി സെൽഷ്യസിലൊന്നും വെള്ളം വെട്ടി തിളയ്ക്കണമെന്നൊന്നുമില്ല കേട്ടോ. അതിന് മുമ്പ് തന്നെ അതായത് ഒരു കുറച്ച് ചൂട് അങ്ങോട്ട് വരിക. അപ്പോൾ വെള്ളം പകുതി അങ്ങോട്ട് ചൂടാവുക, അതായത് തിളയ്ക്കുന്നതിന് മുമ്പ് ഒന്ന് ഇതാവാം കേട്ടോ. അപ്പോൾ അപ്പോഴത്തേക്കും നമുക്ക് സോപ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 2-3 ടീസ്പൂൺ സോപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം എൻ്റെ തുണിക്ക് ആവശ്യമായിട്ടുള്ള സോപ്പ് പൊടി കേട്ടോ ഞാനിവിടെ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2-3 ടീസ്പൂൺ തന്നെ സോഡാപ്പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോപ്പ് പൊടിയുടെ അത്രയും സോഡാപ്പൊടി ചേർക്കണമെന്ന് ഞാൻ പറയില്ല കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ എന്തോരം ചേർത്ത് കൊടുക്കുന്നുണ്ടെന്ന്. സോഡാപ്പൊടി എന്ന് പറയുന്നത് നല്ല ക്ലീനിങ് എഫക്റ്റ് കിട്ടുന്ന ഒരു സംഭവമാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ നാരങ്ങ ഉണ്ടെങ്കിൽ നാരങ്ങയും കൂടി പിഴിഞ്ഞ് കൊടുക്കാവുന്നതാണ്. ഒരു നാരങ്ങയൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ ആക്ച്വലി ഇതിൽ നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കണമെന്ന് വിചാരിച്ചത്, പക്ഷേ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ എൻ്റെ നല്ല തുണികൾ ക്ലീൻ ആക്കി എടുക്കാനാണ് കേട്ടോ ഈ ഫസ്റ്റ് ട്രിപ്പിൽ. ഞാൻ രണ്ടാമത്തെ ട്രിപ്പിലാണ് എൻ്റെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ആക്കി എടുക്കുന്ന തുണി ഉണ്ടല്ലോ, അത് കുറച്ചും കൂടി മുഷിഞ്ഞ തുണികളായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തത് നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ട്രിപ്പിൽ ഞാൻ നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ട്രിപ്പിൽ ഞാൻ വെള്ളം ഒന്ന് തിളയ്ക്കാനൊന്നും നിന്നില്ല. അതിന് മുമ്പ് തന്നെ ഞാൻ തുണികളൊക്കെ ഓരോന്നായിട്ട് ആ വെള്ളത്തിലേക്ക് മുക്കി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ 3 തോർത്തും അതുപോലെ തന്നെ 2 ഇന്നറുമാണ് ഞാൻ അതുപോലെ പരീക്ഷിച്ചെടുക്കുന്നത്. അപ്പോൾ മുഷിഞ്ഞ തുണികൾ നല്ല തുണികളുടെ ഒപ്പം നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റില്ലല്ലോ. അതിനായിട്ട് ഞാൻ സെപ്പറേറ്റ്, അതായത് 2 ട്രിപ്പായിട്ടാണ് ഞാനിത് ഈ രീതിയിൽ മെത്തേഡിൽ ചെയ്തു പോരുന്നത് കേട്ടോ. എന്നിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് വെള്ളമാണ് ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ഞാൻ ആ ഉള്ള വെള്ളത്തിലേക്ക് ഞാൻ മുക്കി വെച്ച് കൊടുക്കുകയാണ്. വലിയ പാത്രമാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ വെള്ളം എടുക്കാമായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം തുണിയുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള പാത്രം എടുക്കുക. ആ പാത്രത്തിൽ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം കൂടി എടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ഞാൻ വെള്ളത്തിലേക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ മുക്കി വെച്ച് കൊടുക്കുകയാണ്. ആക്ച്വലി എൻ്റെ ചെറിയ പാത്രം ആയതുകൊണ്ട് ഞാൻ കുറച്ച് പാടുപെട്ടു. എന്നാലും നമ്മൾ ആ ഉള്ള തുണികൾ ആ പാത്രത്തിൽ ഇങ്ങനെ മുക്കി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് ഞാൻ തീ ഓഫ് ചെയ്യുന്നില്ല. കാരണം ആ തീ കിടന്ന് തന്നെ ഇത് നന്നായിട്ട് വെന്ത് പൊങ്ങണം കേട്ടോ. എത്രത്തോളം വേവിക്കാമോ അത്രത്തോളം ആ ചെളി അതിൽ നിന്ന് ഉരുകി ഇറങ്ങും കേട്ടോ. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വെള്ളം ചൂടങ്ങോട്ട് അടിക്കണ അനുസരിച്ച് അതിലുള്ള അഴുക്കുകളൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നത് നമുക്ക് കണ്ടു നിൽക്കാൻ തന്നെ പറ്റും കേട്ടോ. പൊതുവേ കട്ടിയുള്ള തുണികളാണോ ഈ രീതിയിൽ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ സിന്തറ്റിക് മെറ്റീരിയൽ ഉണ്ടല്ലോ, നൈലോൺ, അതുപോലെ നൈസ് ആയിട്ടുള്ള ക്ലോത്തുകൾ, അതൊന്നും ഈ രീതിയിൽ ചെയ്തെടുക്കരുത് കേട്ടോ, കീറിപ്പോകും. അതുകൊണ്ട് നമ്മൾ മാക്സിമം ചെയ്യുമ്പോൾ നല്ല കട്ടിയുള്ള കോട്ടൺ ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്തെടുക്കാമുള്ളൂ. പൊതുവേ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ഇങ്ങനെ കുറച്ച് കാലം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വൈറ്റിൻ്റെ കാര്യമാണല്ലോ ഞാനീ പറയുന്നത്, നമ്മളത് അങ്ങോട്ട് മാറ്റിയിട്ട് വേറെ ബെഡ്ഷീറ്റൊക്കെ യൂസ് ചെയ്യും. നമ്മൾ ഇത്ര വലിയ റിസ്ക് ഒന്നും എടുക്കാറില്ല കേട്ടോ. നമ്മളിങ്ങനെ കളറിങ് ബെഡ്ഷീറ്റുകൾ ഉണ്ടാവുമല്ലോ, കളർ ബെഡ്ഷീറ്റുകൾ, അതൊന്നും ഇങ്ങനെ ചെയ്യണ്ട കേട്ടോ. അതിൻ്റെ കളറൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മൾ പ്യുവർ വൈറ്റ് ആയിട്ടുള്ളതൊക്കെ ആകുമ്പോൾ നമുക്ക് അതിൽ നിന്നും നഷ്ടപ്പെടാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല പ്യുവർ വൈറ്റ് ഒക്കെ ആയിട്ട്. നമ്മുടെയൊക്കെ വീട്ടിൽ എത്ര ക്ലീൻ ആക്കിയാലും ക്ലീൻ ആവാത്തൊരു സംഭവമാണ് പില്ലോ കവർ എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ പില്ലോയിൽ മിനിമം ഒരു 3 കവറൊക്കെ ഇടും കേട്ടോ. പക്ഷേ ഞാൻ അത് കഴുകുന്നത് ഫസ്റ്റത്തെ പില്ലോയായിരിക്കും. ബെഡ്ഷീറ്റ് കഴുകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫസ്റ്റത്തെ പില്ലോ കവർ എടുത്ത് അങ്ങോട്ട് കഴുകും. പിന്നെ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന 2 പില്ലോ കവർ ഉണ്ടല്ലോ, അത് ആണ്ടിലും കൊല്ലത്തിലായിരിക്കും ഞാൻ അങ്ങോട്ട് കഴുകാനായിട്ട് എടുക്കുന്നത്. അങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഒട്ടുമിക്ക വീടുകളിലോട്ട്. അപ്പോൾ ഫസ്റ്റ് ആ കാണുന്ന ആ ഒരു പില്ലോ കവർ അങ്ങോട്ട് ക്ലീൻ ആക്കി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് മാറ്റി ഇടുമ്പോൾ നല്ല ഭംഗിയായിട്ട് എടുക്കുമല്ലോ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നല്ല വൃത്തികേടായിട്ട് ഇങ്ങനെ പില്ലോ കവറുകൾ കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിങ്ങനെ വല്ല കാലത്തും എടുത്ത് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് കറുത്തൊക്കെ ഇരിക്കും. കാര്യം മിഷ്യത്തിലിട്ടാലൊന്നും അതൊന്നും വൃത്തിയായി കിട്ടില്ല. അത് നമ്മളെടുത്ത് കല്ലിലൊക്കെ ഉരച്ച് വൃത്തിയാക്കിയാലാണ് വൃത്തിയാവുള്ളൂ കേട്ടോ. കല്ലിലിട്ട് ഉരച്ചാലും വലിയ കാര്യമായിട്ട് വൃത്തിയാവുന്നില്ല. ഈ മെത്തേഡിലൊന്ന് ക്ലീൻ ആക്കി നോക്കട്ടെ, എന്നാലാണ് നല്ല നീറ്റായിട്ട് കിട്ടാറുള്ളൂ. നന്നായിട്ട് വെട്ടത്തിളപ്പിച്ച തുണി ഉണ്ടല്ലോ, അത് കുറച്ച് നേരം ചൂടാറാനായിട്ട് വെക്കണം. അതിന് ശേഷം മാത്രമാണ് നമ്മൾ കല്ലിലിട്ടൊന്ന് കഴുകിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഞാനാണെങ്കിൽ എനിക്ക് 2 ട്രിപ്പ് വയ്ക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ വെട്ടി തിളച്ച പാടെ തന്നെ ഞാൻ എടുത്ത് ബക്കറ്റിലേക്ക് വയ്ക്കണം കേട്ടോ. ഇങ്ങനെ കോരി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മേത്ത് ചാടാനുള്ള ചാൻസ് ഉണ്ട്. അതൊന്നും ഇല്ലാണ്ട് സൂക്ഷിച്ച് വേണം കേട്ടോ ഇങ്ങനെ മാറ്റി എടുക്കാനൊക്കെ ആയിട്ട്. എന്നിട്ട് ഞാൻ രണ്ടാമത്തെ ട്രിപ്പ് ഇടാനായിട്ട് പോവാണ് കേട്ടോ. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ബെഡ്ഷീറ്റ് ഇതുപോലെ ക്ലീൻ ആക്കി എടുക്കാമെന്ന്. പക്ഷേ ബെഡ്ഷീറ്റ് ഒരിക്കലും ഇത്രയും വെള്ളത്തിൽ പുഴുക്കി എടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ബെഡ്ഷീറ്റ് എന്നൊക്കെ പറയുമ്പോൾ കോട്ടൺ ആണ്, അത് കുറച്ചുകൂടി ലൈറ്റ് വെയിറ്റ് ക്ലോത്ത് ആണ്. ഇതുപോലെ പുഴുങ്ങി എടുത്തിട്ടുണ്ടെങ്കിൽ ക്ലോത്തിനൊക്കെ കംപ്ലൈൻറ്റ് വരും കേട്ടോ. അതുകൊണ്ട് മാക്സിമം നമ്മുടെ വീട്ടിലുള്ള വെള്ള തോർത്തുകൾ, കളർ തോർത്തും
ചെയ്യാം. പക്ഷേ കളറിനൊക്കെ കുറച്ച് കളർ ഫെയ്ഡ് ആവും എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ നമ്മുടെ കിച്ചൺ ടവലൊക്കെ ഈ രീതിയിൽ ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറു ചൂട് വെള്ളത്തിൽ സോപ്പ് പൊടി, സോഡാപ്പൊടി, നാരങ്ങാനീരൊക്കെ ചേർത്തിട്ട് ബെഡ്ഷീറ്റ് അതിൽ മുക്കി വെച്ച് ക്ലീൻ ആക്കാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ പണ്ട് നമ്മുടെ വീട്ടിൽ ഉമ്മമാരൊക്കെ ചെയ്തു വന്ന അതേ മെത്തേഡാണ്. ഇനി ഞാൻ ഒരു നാരങ്ങാനീര് ഫുള്ള് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നാരങ്ങ എന്ന് പറയുമ്പോൾ ഒരു വലിയ നാരങ്ങയാണ്, അത് ഫുള്ള് പിഴിഞ്ഞ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ട്രിപ്പിൽ ഞാൻ നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ ഞാൻ ആ വീഡിയോ എടുക്കുന്നതിൻ്റെ ആ ഒരു ചെറിയ തിരക്ക് വന്നപ്പോൾ ഞാൻ മറന്നുപോയതാണ് കേട്ടോ. നാരങ്ങാനീരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ക്ലീനിങ് എഫക്റ്റ് ഒക്കെ തരുന്ന ഒരു സംഭവമാണ് കേട്ടോ. നമ്മൾ പാത്രം കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന വിമ്മൊക്കെ ഉണ്ടല്ലോ, അതിലിങ്ങനെ നാരങ്ങയുടെ നീരൊക്കെ വരുന്നതാണ്, അതിൻ്റെ ഒരു സ്മെല്ലും നല്ലൊരു ക്ലീനിങ് എഫക്റ്റ് തന്നെ ഒരു സംഭവം തന്നെയാണ് കേട്ടോ നാരങ്ങാനീര്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിട്ടോ, നല്ലൊരു റിസൾട്ട് കിട്ടും. എന്നിട്ട് നാരങ്ങാനീരൊക്കെ പിഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ ആ വെള്ളത്തിലിട്ട് നന്നായിട്ട് വെട്ടി തിളപ്പിച്ചായിരുന്നു കേട്ടോ. എൻ്റെ കിച്ചൺ ടവലൊക്കെ നന്നായിട്ട് മുഷിഞ്ഞതായിരുന്നു, അതൊക്കെ നന്നായിട്ട് വെട്ടി തിളപ്പിച്ച് ഇതിപ്പോൾ ഞാൻ ചൂടാറിയതിന് ശേഷമാണ് വാഷ് ചെയ്തെടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ വിഷയത്തിലിട്ട് വാഷ് ചെയ്തെടുക്കാം, പക്ഷേ വിഷയത്തിൽ വാഷ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് കല്ലിൽ ഇതുപോലെ ഒന്ന് കുത്തിപ്പിഴിഞ്ഞെടുക്കുമ്പോഴാണ്. ഇനി എനിക്ക് വലിയ കാര്യമായിട്ടുള്ള ജോലിയൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് കല്ലിലിട്ട് ചുമ്മാ കുത്തിപ്പിഴിയണതാണ് കേട്ടോ. ഇനി എങ്ങാനും ചെറിയ അണുക്കളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉള്ളത് പോവാണെങ്കിൽ പോട്ടെ എന്ന് എഴുതിയിട്ടാണ് കേട്ടോ. എനിക്കിനി നിങ്ങളെ എങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ തന്നെ വല്ലാണ്ട് വണ്ടടിച്ച് നിൽക്കുകയാണ്. കാരണം ഞാൻ ഈ രീതിയിൽ ഇതിന് മുമ്പൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിലും സോഡാപ്പൊടി നാരങ്ങയും വെച്ച് ഇതുപോലെ ക്ലീൻ ആക്കി നോക്കിയതുണ്ടല്ലോ, ലൈഫിൽ ആദ്യമായിട്ടാണ്. പക്ഷെ പണ്ടും ഞാൻ ഈ രീതിയിൽ തന്നെയാണ് കേട്ടോ ക്ലീൻ ആക്കി എടുക്കുന്നത്. പണ്ട് ഞാൻ സോപ്പ് വെള്ളം തിളപ്പിക്കും, എന്നിട്ട് അതിലേക്ക് ഇതുപോലെ ക്ലോത്തുകൾ ഇട്ടിട്ട് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ വർഷങ്ങൾ ഇങ്ങനെ കഴിയുന്നതോറും നമ്മൾ ഓരോന്ന് പുതിയത് കണ്ടുപിടിക്കൂല, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഓരോന്ന് ചെയ്തെടുക്കുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. പക്ഷെ നാരങ്ങ ഭയങ്കര ക്ലീനിങ് എഫക്റ്റ് ആണ് കേട്ടോ, അതുപോലെ സോഡാപ്പൊടിയും ഭയങ്കര ക്ലീനിങ് എഫക്റ്റ് തരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് മൂന്നും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ക്ലീൻ ആക്കി നോക്കാത്തവർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെ ക്ലീൻ ആക്കിയിട്ട് എത്രയൊക്കെ ക്ലീൻ ആക്കിയിട്ടും ക്ലീൻ ആവാത്ത ക്ലോത്തുകളൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് ഞാൻ കട്ടിയുള്ള തുണികളുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. നൈസായിട്ടുള്ള ക്ലോത്തുകൾ ഈ രീതിയിൽ ഒരിക്കലും ക്ലീൻ ആക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. ഇനി ഇത് കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇത് കഴുകുന്നതിന് മുമ്പ് ആകെ മുഷിഞ്ഞ ഒരു കളറായിരുന്നല്ലോ, അത് ഞാൻ നിങ്ങളെ കാണിച്ചതാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം വൈറ്റ് ക്ലോത്ത് ഒക്കെ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഇരിക്കും എന്നുള്ളത്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് അതിനെക്കുറിച്ചൊന്നും ഇനി പറയണ്ടല്ലോ. അപ്പോൾ അതേ ഈ രീതിയിൽ കഴുകി കഴിഞ്ഞപ്പോൾ എൻ്റെ ക്ലോത്തിൻ്റെ നിറം കണ്ടോ, നല്ല പ്യുവർ വൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ചെറിയ സൂപ്പറേറ്റും കൂടി അങ്ങോട്ട് മുക്കി അങ്ങോട്ട് ഇടാണെങ്കിലുണ്ടല്ലോ അടിപൊളിയായിട്ടുണ്ട്. അപ്പം നമ്മൾ വൈറ്റ് തോർത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് യൂസ് ചെയ്തിട്ട് അങ്ങോട്ട് കളയുന്നവരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഈ കളയണ്ട, നമുക്ക് ഈ രീതിയിൽ അത് നല്ല പ്യുവർ വൈറ്റ് ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ വ്ളോഗ് സ്റ്റോപ്പ് ചെയ്യേണ്ട മക്കളെ. ഇനി മറ്റൊരു വ്ളോഗായിട്ട് വരുന്നവരെല്ലാവർക്കും ഓക്കെ, ബായ്.